ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ഒരു പുതുയുഗത്തെ വരവേൽക്കാനൊരുങ്ങുകയാണ്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, അശ്വിൻ. ഇന്ത്യൻ ക്രിക്കറ്റിന് മേൽ പടർന്നു പന്തലിച്ച 3 വൻമരങ്ങൾ പടിയിറങ്ങിയിരിക്കുന്നു. ഇവരിൽ ഒരാൾ പോലുമില്ലാതെ ഇന്ത്യ ഒരു ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇറങ്ങുന്നത് 2011 ശേഷം ഇതാദ്യം. അവരുടെ നൊസ്റ്റാൾജിയയിൽ ഇരിക്കാതെ പുതിയൊരു കാലത്തിനായി തയ്യാറെടുക്കൂ എന്ന സന്ദേശമാണ് ഇംഗ്ലണ്ടിനെതിരായ ടീം പ്രഖ്യാപനത്തിലൂടെ BCCI നൽകുന്നത്. ഒടുവിൽ ആ തീരുമാനം വന്നു. ടെസ്റ്റ് ടീമിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ശുഭ്മാൻ ഗിൽ ഇരിക്കും. ഈ തീരുമാനം ഒട്ടും അപ്രതീക്ഷിതമല്ല. ഏറെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഈ തീരുമാനത്തിൽ എത്തിയത് എന്നാണ് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ വിശദീകരിക്കുന്നത്. ജസ്പ്രീത് ബുംറ ഉണ്ടാകുമ്പോൾ ഗില്ലിൽ വിശ്വസിക്കണോ എന്ന ചോദ്യം സ്വാഭാവികമായും മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു. പരിക്കുകളിൽ നിരന്തരം വലയുന്ന ബുംറയ്ക്ക് മേൽ മറ്റൊരു ഭാരം വെക്കേണ്ട എന്ന ക്ലിയറായ വിശദീകരണമാണ് BCCI ഇതിന് നൽകുന്നത്. ഗില്ലിന് മുന്നിലുള്ളത് ഒരു അഗ്നിപരീക്ഷയാണ്. കാരണം ആദ്യം പോരടിക്കേണ്ടത് ഇംഗ്ലണ്ടുമായാണ്. ഇംഗ്ലീഷ് സമ്മറുകൾ പൊതുവെ ഇന്ത്യക്ക് നല്ല ഓർമ്മകളല്ല. 2007 നമ്മൾ അവസാനമായി ഇംഗ്ലീഷ് മണ്ണ് ജയിച്ചത്. 2011 2014 2018 നാണം കെട്ടായിരുന്നു മടക്കം. പോയ കുറി നമ്മൾ നന്നായി പൊരുതിയെങ്കിലും പരമ്പര സമനിലയിൽ അവസാനിച്ചു. കാർമേഘങ്ങളും സിംഗും ഒത്തുണങ്ങിയ ഇംഗ്ലീഷ് ഭൂമികയിൽ ഇംഗ്ലണ്ടിൻ്റെ എക്സ്പീരിയൻസ് സംഘത്തോട് മുട്ടിനിൽക്കുക എന്ന കഠോര കടമ്പയാണ് ഗില്ലിനുള്ളത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അംഗങ്ങളേറെ കണ്ട കോഹ്ലിയും അശ്വിനും ഇല്ലാതെ, രോഹിതിൻ്റെ തണലില്ലാതെയാണ് ഗില്ലിനി പോരിനിറങ്ങേണ്ടത്. 2020 ഇന്ത്യ ലോക ചാമ്പ്യന്മാരാണ്. ഏകദിനത്തിലാകട്ടെ ചാമ്പ്യൻസ് ട്രോഫിയുടെ തിളക്കത്തിലും. ഒരാൾ പോയാൽ പകരം വെക്കാൻ ആളുകൾ ഏറെയുണ്ട്. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ അതല്ല സ്ഥിതി. ന്യൂസിലാൻഡിനോട് നാട്ടിലും ഓസീസിനോട് മറുനാട്ടിലും നാം നാണം കെട്ടു. ഇന്ത്യയുടെ എല്ലാ ദൗർബല്യങ്ങളും വെളിവാക്കി തന്ന 2 പരമ്പരകൾ. പക്ഷേ വിഭവങ്ങൾക്ക് ഈ രാജ്യത്ത് ക്ഷാമമൊന്നുമില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരാൾ അവസരം കാത്തു നിൽക്കുന്നു. ഈ ടീമിനെയും കൊണ്ട് ഇംഗ്ലണ്ടിൽ പിടിച്ചു നിൽക്കാനെങ്കിലും ആയാൽ ഗില്ലിനെ ക്യാപ്റ്റൻ എന്ന കസേരയിൽ തല ഉയർത്തി നിൽക്കാം. കൂടാതെ ബാറ്റിങ്ങിൽ സ്വയം തെളിയിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം കൂടി ആ ചുമലിലുണ്ട്. ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത്, KL രാഹുൽ, യശസ്വി ജയ്സ്വാൾ എന്നിവർ ബാറ്റിങ്ങിൽ സ്ഥിര സാന്നിധ്യമാകാൻ തന്നെയാണ് സാധ്യത. ആഭ്യന്തര ക്രിക്കറ്റിലെ തകർപ്പൻ പ്രകടനത്തിന് പിന്നാലെ ഇന്ത്യൻ ടീമിലേക്ക് ദീർഘകാലത്തിന് ശേഷം മടങ്ങിയെത്തിയ കരുൺ നായരിലും വലിയ വിശ്വാസം ഇന്ത്യൻ ടീം സൂക്ഷിക്കുന്നു. വാർത്താ സമ്മേളനത്തിനിടെ അഗർക്കർ അത് തുറന്നു പറയുകയും ചെയ്തു. കോഹ്ലിയുടെ 4ാം നമ്പറിൽ KL രാഹുലിൻ്റെയും കരുണിൻ്റെയും പേരുകളാണ് കേട്ടിരുന്നത്. എന്നാൽ അവരല്ല, ക്യാപ്റ്റൻ ഗിൽ തന്നെ 4ാം നമ്പറിലേക്ക് വരുമെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. ഓസീസ് പര്യടനത്തിൽ മിന്നിത്തിളങ്ങിയ നിതീഷ് കുമാർ റെഡ്ഡിയും രവീന്ദ്ര ജഡേജയും ഫസ്റ്റ് ചോയ്സ് ഓൾറൗണ്ടർമാരായുണ്ട്. വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ വാഷിംഗ്ടൺ സുന്ദറും. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച സീസണിന് ശേഷം വരുന്ന അഭിമന്യു ഈശ്വരൻ, IPLലെ തകർപ്പൻ പെർഫോമൻസിന് ശേഷം എത്തുന്ന സായ് സുദർശൻ എന്നിവരും അവസരം കാത്തുനിൽക്കുന്നു. എന്നാൽ സായ് സുദർശൻ IPL ബലത്തിലല്ല, റെഡ് ബോളിലെ മികവ് കണ്ടുകൊണ്ട് തന്നെയാണ് ടീമിലേക്ക് വിളിച്ചത് എന്നാണ് സെലക്ടർമാരുടെ വിശദീകരണം. വൈസ് ക്യാപ്റ്റനും ഇംഗ്ലീഷ് മണ്ണിൽ പരിചയസമ്പന്നനുമായ പന്തിനെ തന്നെയാണ് വിക്കറ്റിന് പിന്നിൽ വിശ്വസിക്കുന്നത്. KL രാഹുൽ ഗ്ലൗസ് അണിയാൻ പോന്നവനാണെങ്കിലും സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജുറേലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിന്റെ മിടുക്കിലൂടെ കരുൺ നായർ ടീമിലെത്തിയപ്പോൾ അതേ ബലത്തിൽ ഇന്ത്യൻ ടീമിൽ ഇരിപ്പിടമുറപ്പിച്ച സർഫറാസ് ഖാന് പുറത്തേക്ക് പോകേണ്ടി വന്നു. ഇന്ത്യൻ ടീമിലും ഇംഗ്ലീഷ് കൗണ്ടിലും ദീർഘകാലം എക്സ്പീരിയൻസ് ഉള്ള ചേതേശ്വർ പൂജാര മടങ്ങി വരുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ പൂജാരയെ പുറത്തിരുത്തിയതിലൂടെ ഫ്യൂച്ചറിലേക്കാണ് നോക്കുന്നതെന്ന സന്ദേശം കൂടി BCCI നൽകുന്നു. ടീമിലേക്ക് തിരിച്ചെത്താനുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞ അജിൻക്യ രഹാനെക്കും ടീമിലേക്ക് വിളിയെത്തിയില്ല. ജയ്സ്വാളും രാഹുലും ഓപ്പണിംഗ്, പിന്നാലെ സായ് സുദർശൻ, 4ാം നമ്പറിൽ ഗിൽ, 5ാം നമ്പറിൽ പന്ത്, 6ാം നമ്പറിൽ കരുൺ, 7ാം നമ്പറിൽ ജഡേജ എന്നിങ്ങനെയാണ് ലൈനപ്പ് എന്നാണ് ESPN ക്രിക്കറ്റ് ഫോൺ നൽകുന്ന സൂചന. ഇനി ബൗളിങ്ങിലേക്ക് വന്നാലോ? ഇന്ത്യൻ പേസ് ബോളിംഗ് എന്നത് കുറച്ചുകാലമായി ബുംറയെ ചുറ്റിത്തിരിയുന്ന ഒരു ഉപഗ്രഹമാണ്. ഏത് പിച്ചിലും ഏത് ഫോർമാറ്റിലും ബുംറയുടെ ഓവറുകൾ ഒരു ഷുവർ ബെറ്റാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെ ബുംറയെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എറിയിക്കാനാകില്ല എന്ന് മറ്റു ബോളർമാർക്ക് രോഹിത് മുന്നറിയിപ്പ് വരെ നൽകിയിരുന്നു. പക്ഷേ പരിക്കുകളിൽ നിന്നും പരിക്കുകളിലേക്കുള്ള സ്പെല്ലിലാണ് ബുംറ. 5 മത്സരങ്ങളടങ്ങിയ ദീർഘകാല പരമ്പരയിൽ ബുംറയുടെ ഫിറ്റ്നസ് വലിയ ചോദ്യമായി നിലനിൽക്കുന്നു. പ്രതാപകാലത്തിൻ്റെ ഷാഡോ മാത്രമായ ഫിറ്റ്നസ് വീണ്ടെടുക്കാത്ത ഷമിക്കും ടീമിലിടമില്ല. സിറാജും ഷർദുലുമാണ് അനുഭവസമ്പന്നരായി ടീമിലുള്ളത്. ഇതിൽ ഷർദുലിൻ്റെ വരവ് എടുത്തു പറയേണ്ടതാണ്. BCCI കോൺട്രാക്ട് ലിസ്റ്റിൽ പോലും പേര് ചേർക്കാതിരുന്ന ഷർദുലിൻ്റെ പരിചയസമ്പത്തിൽ BCCI ഒടുവിൽ വിശ്വാസമർപ്പിക്കുകയാണ്. വേണ്ടി വന്നാൽ ബാറ്റിങ്ങിലും ഒരു കൈ നോക്കാമെന്നത് ഷർദുലിൻ്റെ പ്ലസ് പോയിന്റാണ്. പേസ് ബോളിങ്ങിനെ തുറക്കുന്ന ഇംഗ്ലീഷ് പിച്ചുകളിൽ പ്രസിദ്ധ് കൃഷ്ണ, ആകാശ് ദീപ്, അർഷദീപ് സിംഗ് എന്നിവരും അവസരം കാത്തുനിൽക്കുന്നു. IPL പൂരത്തിന് കൊടിയിറക്കമായാൽ പിന്നെ ക്രിക്കറ്റിൻ്റെ യഥാർത്ഥ യുദ്ധത്തിന് തുടക്കമാകും. ജൂൺ 20 ഹെഡിംഗ്ലിയിലാണ് ആദ്യ മത്സരം.